നമുക്ക് പറ്റിയ വിട്ടിത്തോ. ഇങ്ങനെ വരൂന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ആന്റി. അതെ, ഇനി പരസ്പരം പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത നടപടി ഉടനെ ചെയ്തേ പറ്റൂ. എന്റെ കണ്ണു വെട്ടിച്ച് അഖില അങ്ങോട്ട് വന്നാൽ അവളെ ഇനി ഈ സ്വർഗരാജ്യത്തേക്ക് കയറ്റണമെങ്കിൽ അതവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചിട്ടായിരിക്കും. ആന്റി, ഫോൺ വച്ചേക്ക് പ്രിയങ്ക. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. വിലയേറിയ സമയം നഷ്ടപ്പെടുത്തരുത്. നീ രക്ഷപ്പെട്ടു അല്ലേ അഖില? പക്ഷേ നിന്നെ ഞാനിവിടെ റാണിയാക്കി വാഴിക്കാൻ പോകുന്നില്ല. നിന്റെ സൗഭാഗ്യം, നിന്റെ സീമന്തരേഖയിലെ സിന്ദൂരം, അത് ഞാൻ ഈ നിമിഷം അവസാനിപ്പിക്കുക. ഭാര്യയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ശിവരാമകൃഷ്ണൻ, ഇത് നിങ്ങളുടെ അവസാനത്തെ ഉറക്കോ? അഖില ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടല്ലോ. ഇല്ല കൃഷ്ണേട്ടാ, ഞാൻ കേട്ടില്ലല്ലോ. കൃഷ്ണയുടെ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. എന്താ എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം? നീ അറിയില്ലായിരുന്നോ? പരിഭ്രമൊന്നുമില്ല കൃഷ്ണേട്ടാ, ഞാൻ കിച്ചണിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ആരോ ബെല്ലടിച്ചല്ലോ. ആരാ ഈ സമയത്ത്? ബ്രോ പോകുന്നുണ്ടല്ലോ. വാ.
ദാ ആ വൈകണ്ട ചെല്ല്. എവിടെ 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 പോവല്ലേ? പോവാം. നീ നിരത്തുന്ന ന്യായീകരണങ്ങളല്ല സുബ്രു എന്റെ മുമ്പിലുള്ളത്. എന്റെ സംശയങ്ങൾ സാധാരണ സംശയങ്ങളല്ല. ഇവിടെ ഉള്ളത് എന്റെ അമ്മയാണെന്ന് എന്തോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ പറയുന്ന ഒന്നുമല്ല അതിന്റെ ശരി. നീ ഫോൺ വെക്ക്. വെറുതെ നമ്മൾ തമ്മിൽ തർക്കിച്ച് പിണങ്ങണ്ട. ബ്രോ, ഞങ്ങള് കമ്പനിയിലേക്ക് ഇറങ്ങാം. നമ്മൾ വെറുതെ സംശയിക്കുന്നത് ആനന്ദ്, അത് അഖിലാന്റി തന്നെയാ. ഒപ്പിന്റെ കാര്യത്തിലായിരുന്നല്ലോ നമുക്ക് സംശയം. ഒപ്പെല്ലാം സെയിമാ. ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാ മൂപ്പിട്ട് തന്നെ. എന്തിനാ കുഞ്ഞിതൊക്കെ ചെയ്യുന്നത്? ആ സുജാതയൊന്നും വന്നില്ലേ? അവര് ഒരു കല്യാണത്തിന് പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് ശരിയല്ലല്ലോ കുഞ്ഞെ. ഒരാളെങ്കിലും ഇവിടെ വേണ്ടേ? സാരല്ലേ കുറുപ്പേട്ട, ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആയിരിക്കും. അല്ല, കുറുപ്പേട്ട കഴിച്ചായിരുന്നോ? ഇല്ല. കുറുപ്പേട്ടാ, എന്താ കുഞ്ഞെ? മുകളില് തുറക്കാതെ കിടക്കുന്നൊരു മുറിയില്ലേ, അതിന്റെ താക്കോൽ എനിക്കും തരുമോ? അതിപ്പോ എവിടെയാണെന്ന് അറിയില്ലല്ലോ കുഞ്ഞെ. നോക്കിയെടുക്കണം. നോക്കിയെടുത്താൽ ഉടനെ ഞാൻ കുഞ്ഞിന്റെ കൈ കൊണ്ട് തരാം. ശരി. ബ്രോ എന്താ ആലോചിക്കുന്നത്? ഒപ്പിലെ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ബ്രോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ബ്രോയുടെ സംശയങ്ങളൊക്കെ വെറുതെ. ഒരർത്ഥത്തില് നമ്മൾ അമ്മയോട് കാണിക്കുന്ന തെറ്റല്ലേ ബ്രോ? ഒന്നില്ലെങ്കിലും അമ്മ ബ്രോയെ തിരിച്ചു വിളിച്ചെന്റെ നന്ദിയിലും കാണിക്കണ്ടേ? പാവം അങ്കിളായിരിക്കും ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ. ആ മനുഷ്യനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ. THERE. എന്തോ പുതിയതായി ഒന്ന് പുകയുന്നുണ്ടല്ലോ ഇതിനകത്ത്. പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ കണ്ട് ആസ്വദിക്കായിരുന്നു. എന്താ ശിവരാമേട്ടാ?
അല്ല, ഈ ടെൻഷൻ കണ്ട് ചോദിച്ചതാ. അച്ഛാ, അരവിന്ദ്, നീ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ടില്ലേ? അക്കൗണ്ട് ചെന്നില്ല എന്ന് പറഞ്ഞ് സേർജി എന്നെ ഇപ്പൊ വിളിച്ചിരുന്നല്ലോ. ഒരു കാര്യം പറഞ്ഞ ഇത്ര കെയർലെസ് ആയ? അച്ഛാ, അതേ അപ്പൊ തന്നെ ചെയ്തല്ലോ. ചെക്ക് ഞാൻ ബാങ്കിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും നേരമായിട്ടും സേർജിയുടെ അക്കൗണ്ട് പണം ചെന്നില്ലല്ലോ. അല്ല അച്ഛാ, അതുപോലെ നെറ്റ് പ്രോബ്ലം ആയിരിക്കോ? നെറ്റ് പ്രോബ്ലം? അല്ല, ഒരു മിനിറ്റ് അച്ഛാ, ഞാനൊന്ന് ബാങ്കിലേക്ക് വിളിച്ചോട്ടെ. ഹലോ. ഹലോ, ഇത് തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ബാങ്കിലേക്ക് എത്തുന്നതേ ഉള്ളൂ സർ. ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. അല്ല, അവിടേക്ക് അയച്ചൊരു ചെക്ക് ഞാൻ... അക്കാര്യം പറയാൻ തന്നെ സർ ഞാൻ വിളിക്കാനിരുന്നത്. കൊടുത്തുവിട്ട ചെക്കിൽ അഖില മേഡത്തിന്റെ സിഗ്നേച്ചർ മാച്ച് ആവുന്നില്ല സർ. വാട്ട്? സിഗ്നേച്ചർ മാച്ച് ആവുന്നില്ലെന്നോ? അതെ സർ. അതുകൊണ്ട് ചെക്ക് ഞങ്ങളിവിടെ മാറ്റിവെച്ചിരിക്കുക. ചിച്ചമ്പരത്തിന്റെ ചെക്കായതുകൊണ്ട് എന്തോ മിസ്റ്റേക്ക് പറ്റിയാണെന്ന് മനസ്സിലായി. മറ്റൊരു ചെക്ക് കൊടുത്തുവിട്ടാ മതി. ഞാനത് പാസ്സാക്കി അയച്ചേക്കാം. ഓ ശരി ശരി, ഓക്കെ. അച്ഛാ, അമ്മയുടെ സിഗ്നേച്ചർ മാച്ച് ആവുന്നില്ലെന്ന്. അഖിലയുടെ സിഗ്നേച്ചർ മാച്ച് ആകുന്നില്ല. ഏയ്, ചേച്ചി എങ്ങനെ ശ്രദ്ധിക്കാതെ ഒന്നും ഒപ്പിടാറില്ല. ഇതാദ്യത്തെ അനുഭവമാണല്ലോ. അച്ഛാ, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഇവിടെ. അഖില പുറത്തു പോയിരിക്കുകയാണ്. ഞാനൊന്ന് അഖില വിളിക്കാം. ആ, ദേ ചേച്ചി വന്നല്ലോ. ഞാൻ എല്ലാവരെയും താഴെ നോക്കി, അവിടെ കണ്ടില്ല. എന്താ? എന്തുപറ്റി? ഞങ്ങൾ അഖിലയെ കാത്തിരിക്കുകയായിരുന്നു. എന്താ കൃഷ്ണേട്ടാ? അമ്മേ, അമ്മ സൈൻ ചെയ്ത ചെക്ക് ബാങ്കിലെത്തിയപ്പോ അമ്മയുടെ സിഗ്നേച്ചർ ആയിട്ട് മാച്ച് ആവുന്നില്ല. അത്രേ ഉള്ളോ കാര്യം? സാരമില്ല, ഞാൻ വേറെ ചെക്ക് ഒപ്പിട്ടുതരാം. വല്യുഞ്ഞെ, എന്താ കല്യാണി? പോലീസ് സ്റ്റേഷനിൽ വെച്ചും കാറിൽ വെച്ചും എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ആ ഇൻസ്പെക്ടർ വല്യുഞ്ഞിനെ മാറ്റി നിർത്തി പറഞ്ഞതെന്താ? ഡോക്ടർ, കല്യാണിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല മാഡം. അല്ല ഡോക്ടർ, ഇനി ഫുൾ ചെക്കപ്പോ സ്കാനിങ്ങോ എന്തെങ്കിലും വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം, അഡ്മിറ്റും ചെയ്യാം. മാഡത്തിന് വലിയ ടെൻഷനാണല്ലോ. അതല്ല ഡോക്ടർ, എനിക്കവള് മരുമകള് മാത്രമല്ല, എന്റെ മകള് തന്നെ. അമ്മയില്ലാതെ ജീവിച്ച കുട്ടിയായതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം കൂടിയുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല മാഡം. പ്രഗ്നൻസി പീരീഡിൽ സാധാരണ പെൺകുട്ടികൾക്കുണ്ടാവാറുള്ള പ്രശ്നങ്ങളെ കല്യാണിക്കുള്ളൂ. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. ക്യാരിങ് ആയ ഒരു പെൺകുട്ടിയും ഇങ്ങനെ എപ്പോഴും തല ചുറ്റി വീഴുക എന്ന് പറഞ്ഞ ഈശ്വര.
എനിക്കതൊക്കെ ഓർക്കാൻ കൂടി വയ്യ. ഇങ്ങനെ ടെൻഷൻ ആയാലോ അഖില? പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? കല്യാണി എഴുന്നേക്കുന്നത് വരെ ഈ ടെൻഷൻ ഉണ്ടാവും കൃഷ്ണേട്ടാ. ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി ഡോക്ടർ, താങ്ക് യു. ഹലോ, സഹദേവ, ഇതേത് നമ്പർ? കല്യാണി, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇതെന്തിനുള്ളതാ? അത് ഡോക്ടർ തന്നതാ. ഓ, കണ്ണടച്ച് കിടന്നോ? വാ വാ കല്യാണി, വാ ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരിക്ക്. എന്താ കല്യാണി ഇത്? ആഹാരം കഴിക്കാതിരിക്കരുത്. ചിലപ്പോ വേണ്ടെന്നൊക്കെ തോന്നും, എന്നാലും കഴിച്ചേ പറ്റൂ. എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല ചേച്ചി. തോന്നുന്നില്ലെങ്കിലും കഴിച്ചേ പറ്റൂ. മടി പിടിച്ചിരിക്കാതെ കഴിക്കുക കല്യാണി. സത്യം പറഞ്ഞ കല്യാണിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചെറിയ തലകറക്കം മാത്രം. അയ്യോ, ഈ അവസ്ഥയില് ഞാൻ ഛർദിലും കിടപ്പും മാത്രമായിരുന്നു. എന്ത് കഴിച്ചാലും ഛർദിക്കും. ആഗ്രഹം തോന്നൊക്കെ ഞാൻ പറയും. പാവം എന്റെ ചേട്ടൻ ഓടിപ്പോയി അതൊക്കെ വാങ്ങിച്ചോണ്ട് വരും. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു സുജാതേച്ചി? ഇനി ആ കുറുപ്പേട്ടൻ മാത്രമേ കഴിക്കാനുള്ളൂ. കുറുപ്പേട്ടൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. അല്ല, എപ്പോഴും അടുക്കളയിൽ നിന്നാണോ കഴിക്കാറ്? അതെനിക്കറിയില്ല. കുറച്ചു ദിവസമായി ആഹാരം എടുത്തോണ്ട് പോകും. വല്ല വരാന്തയിലോ കാർ ഷെഡിലോ ഒക്കെ ഇരുന്നാ കഴിക്കുന്നെന്ന് തോന്നുന്നു.